വയനാട്ടിൽ ജീവനൊടുക്കിയ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ അവസാന വീഡിയോ സന്ദേശം പുറത്ത്. തന്നെയും കുടുംബത്തെയും സമൂഹമാധ്യമത്തിലടക്കം വേട്ടയാടിയവർ പരിശുദ്ധരാണോ എന്ന് ജോസ് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. തങ്കച്ചനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നും മരിക്കുന്നതിന്റെ തലേന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിടണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പെരിക്കല്ലൂരിലെ കള്ളക്കേസ് വിവാദവും അതിൽ തനിക്ക് സംഭവിച്ച പിഴവും പറഞ്ഞുകൊണ്ടാണ് ജോസ് വീഡിയോ ആരംഭിക്കുന്നത്. തനിക്ക് ലഭിച്ചത് തെറ്റായ വിവരമാണെന്ന് അറിയാതെ പോലീസിന് അത് കൈമാറി. പ്രാഥമിക അന്വേഷണം നടത്തേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് തെറ്റായി ലഭിച്ചത് ഞാൻ പോലീസിന് ഫോർവേഡ് ചെയ്തു. അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്രമണമുണ്ടായെന്നും ജോസ് പറയുന്നു. തന്റെ മക്കളുടെ ഭാവി പോലും നശിപ്പിക്കുന്ന വിധത്തിലാണ് പ്രചാരണം. അനർഹമായി യാതൊന്നും കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയത്. 50 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ട്. എന്നിട്ടും അഴിമതിക്കാരനാണെന്ന് പ്രചരിപ്പിച്ചു. ഞാൻ കോടികളുടെ അഴിമതി നടത്തി പണം സമ്പാദിച്ചു, കോറിക്കാരുടെ അടുത്ത് നിന്ന് പണം സമ്പാദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. എന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അവശനിലയിൽ കുളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ട എന്ന് ജോസ് പറഞ്ഞതായി അയൽവാസിയായ ബെന്നി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചെല്ലുമ്പോൾ ജോസ് വെള്ളത്തിൽ കിടക്കുകയായിരുന്നു, സൈഡിൽ പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ഓടിച്ചെന്ന് ഞാൻ പിന്നെ വലിച്ചു കയറ്റി. വിഷക്കുപ്പി അടുത്തുണ്ടായിരുന്നു, കത്തി അടുത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം വലിച്ചു കയറ്റി. ജോസ് നല്ലേടത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പ് പുറത്തുവിടണമെന്ന് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കണ്ടെടുത്ത സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്താൻ വേണ്ടി പോലീസ് തയ്യാറാകണം. അതിലെന്തോ കള്ളക്കളി ഉണ്ടോ എന്നപ്പോൾ സംശയമുണ്ട്. തങ്കച്ചനെ 17 ദിവസം റിമാൻഡിലേക്ക് അയച്ചതാണ് പുൽപ്പള്ളി പോലീസ്. ജോസിന്റെ ആത്മഹത്യയിൽ KPCC അന്വേഷണം നടത്തുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മീഡിയ 1 വയനാട്.